സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു കാർഡ് ബോർഡിൽ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ കുറച്ച് നമ്മുടെ ബഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. എൻ്റെ കയ്യിൽ ബഡ്സ് അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ബഡ്സ് ആണെങ്കിലും എടുത്താൽ മതി. ആദ്യം നമുക്ക് യെല്ലോ കളർ വെച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് ഇതുപോലൊരു ക്യാപ്പിലേക്ക് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ക്യാൻവാസിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡോട്ടിട്ട് എടുക്കാം. ഇതുപോലെ വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് മരത്തിൻ്റെ ഏകദേശം ഒരു രൂപത്തിൽ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള കളേഴ്സും നമുക്കൊന്ന് ചെയ്തെടുക്കണം. ഇനി നമ്മൾ പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചും ഈ സെയിം രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു പെയിൻറ്റിംഗ് ആണ്. ഇനി നമുക്കൊരു റെഡ് കളർ കൊടുക്കാം. ഞാൻ ആദ്യം ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അതത്ര ഇറക്കുന്നില്ല. അപ്പം ഞാനൊരു റെഡ് കളർ ഒന്ന് അടിച്ച് കൊടുക്കുകയാണ്. അത് ഒക്കുവാണെങ്കിൽ നമുക്കിത് തന്നെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് കളറൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡ് കളർ ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ അടിഭാഗത്തേക്കായിട്ട് നമുക്ക് കുറച്ച് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെ അടിഭാഗത്തേക്കായിട്ട് നമുക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതല്ല ഒരുപാട് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ എക്സസ് എമൗണ്ട് കളർ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കളർ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ശിഖരങ്ങളൂടെ വരച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വൈറ്റ് അക്രിലിക് കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ശിഖരങ്ങൾ വരച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാത്തിലും നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു ATM കാർഡിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിൽ വാർണിഷ് കൂടെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. എനിക്ക് റെഡ് കളർ അത്ര ആപ്റ്റായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഗ്രീൻ കളർ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാർണിഷ് കൂടെയൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഷൈനിങ് ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.